blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജോസഫ് എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസിൽ നിന്ന് പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. ബാക്ക് പെയിൻ പൂർണ്ണമായി മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ മകനും മകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കർത്താവെ അങ്ങ് ക്ഷേമമുണ്ടാകാൻ ഇടയാക്കണമേ. സകല അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവല്ലയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിക്ക് നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മാത്രമല്ല, ആ പൊക്കിളിൻ്റെ ഭാഗത്തുള്ള എല്ലാ വേദനയും യേശുവിൻ്റെ നാമത്തിൽ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബ്ലീഡിങ് പൂർണ്ണമായും നിൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണമേ. ബാംഗ്ലൂരിൽ നിന്നുള്ള മിസ്റ്റർ ജിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ആ പ്രോപ്പർട്ടി വിൽക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Today I'm going to speak about God cares for you. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവം നമുക്കായി കരുതുന്നു. When God created man, the first man, his name was Adam. ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ പേര് ആദാം എന്നായിരുന്നു. You can imagine the whole earth, so many different continents, and there is a vast area but only one single man. ഈ ലോകം, അന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ ലോകം മുഴുവൻ വിവിധ ഭൂഖണ്ഡങ്ങളിലായി മൃഗങ്ങളും സസ്യജല എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. And soon after that, God gave him a helper, a woman, and her name was Eve. വളരെ അതിന് പെട്ടെന്ന് തന്നെ ദൈവം അവനൊരു സഹായിയായി ഒരു സ്ത്രീയെ കൊടുത്തു. അതിൻ്റെ പേര് ഹവ്വ എന്നായിരുന്നു. From day one of the creation of man, God started walking with man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ ദിവസം മുതൽ ദൈവം മനുഷ്യനോടൊപ്പം നടക്കുവാൻ തുടങ്ങി. It was like a friendly walk, just like two friends joining hands and walking, going for an evening walk. രണ്ട് സുഹൃത്തുക്കൾ വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഇറങ്ങുന്നത് പോലെ, സുഹൃത്തുക്കളുമായി ഒരുമിച്ച് നടക്കുന്നത് പോലെയായിരുന്നു മനുഷ്യൻ ദൈവവുമായി നടന്നിരുന്നത്. If two friends are joining hands and walking along a park, they'll be sharing so many things as they are going. രണ്ട് സുഹൃത്തുക്കൾ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവർ വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലൊക്കെ നടക്കുകയാണെങ്കിൽ അവർ ഒത്തിരി കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ടാവും. So Adam walked with God. ഈ ആദാം ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി തീർന്നു. Before Adam was created, everything that he needed in his life for a life on earth, everything was prepared in advance. ഈ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവന് ഈ ലോകത്തിൽ വേണ്ടതെല്ലാം, അവൻ ഈ ലോകത്തിൽ വന്ന് അവിടെ വസിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം അവന് വേണ്ടതെല്ലാം കരുതി വെച്ചിരുന്നു. That is a great fact even today. അത് ഇന്നും നിലനിൽക്കുന്ന ഒരു വാസ്തവമായ കാര്യമാണ്. Before we were born, നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന് പിറക്കുന്നതിന് മുൻപ്, from day one till day lasts, നമ്മുടെ ആദ്യത്തെ ദിവസം മുതൽ അവസാനം നമ്മുടെ ദിവസം വരെ, everything that we need in our lives, everything God has prepared in advance. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അത് മുന്നമേ തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. All the pairs of dresses that we are going to wear, God has prepared in advance. നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങളെല്ലാം ദൈവം മുന്നമേ തന്നെ കരുതി വെച്ചിട്ടുണ്ട്. Entire quantity of food that we are going to eat, God has prepared in advance. നമ്മൾ കഴിക്കേണ്ടതിന് ആവശ്യമായ ഭക്ഷണം മുഴുവൻ അത് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. Talking to all parents, if you have children,
even the life partners for their children, God has prepared in advance. ഇവിടെയുള്ള മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുട്ടികൾക്കുള്ള അവർക്ക് ആവശ്യമായ അവരുടെ ജീവിത പങ്കാളികൾ അവരെ പോലും ദൈവം മുന്നമേ കരുതി വെച്ചിട്ടുണ്ട്. Do not be worried about that. അതിനുവേണ്ടി നിങ്ങൾ അത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യം. Because we have only little knowledge most of the time, because we are in our ignorance, we worry about so many things. നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ നിമിത്തം ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം നമുക്കില്ലാത്തത് നിമിത്തം നമ്മൾ വളരെയധികം നിരാശയിലാകപ്പെടാറുണ്ട്. When we come to Genesis chapter number 12, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ നോക്കും, God is calling a person called Abram. ദൈവം അബ്രാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ വിളിക്കുകയാണ്. Later God changed his name into Abraham. പിന്നീട് അവന്റെ പേരിനെ ദൈവം മാറ്റി അബ്രഹാം എന്ന് വിളിച്ചു. On the day he was called, everything for Abraham was prepared. ദൈവം അബ്രഹാമിനെ വിളിച്ച ആ സമയം മുതൽ അവന് വേണ്ടുന്നുള്ള എല്ലാം ദൈവം കരുതി വെച്ചിരുന്നു. Hallelujah. Hallelujah. Now to give that assurance, Jesus one day told us this. അതിനുള്ള ഉറപ്പ് നമ്മളോട് പറയുന്നതിന് വേണ്ടി ഒരു കാര്യം യേശു കർത്താവ് ഒരിക്കൽ നമ്മളോട് പറഞ്ഞു. Matthew chapter 10 verse number 29. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. Jesus is asking us a question. Are not 2 sparrows sold for a penny? Yet not one of them will fall to the ground outside your father's care. ഒരു കാശിന് 2 കുരുവിയെ വിൽക്കുന്നില്ലയോ? എങ്കിലും നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം കൂടാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല. Meaning the heavenly Father is even mindful of little sparrows in their life. ഇവിടെ അതിന്റെ അർത്ഥം ഇതാണ്, ആ ചെറിയ കുരുവികളുടെ കാര്യത്തിൽ പോലും ദൈവം വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. And human beings are of much more significance and importance in the eyes of God. മനുഷ്യന്മാരുടെ ജീവിതം, മനുഷ്യർ ദൈവത്തിന്റെ സന്നിധിയിൽ അതിനേക്കാളും വളരെ വിലയുള്ളതാണ്. Jesus said human lives are more important than the lives of lilies in the valley. അത് യേശു കർത്താവ് പറഞ്ഞു, താഴ്വരയിലെ ലില്ലിപ്പൂ ചെടികളെക്കാളും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ മനുഷ്യ ജീവിതങ്ങൾ. Human lives are more important than fowls in the air. ഈ ആകാശത്ത് പറന്നു നടക്കുന്ന പക്ഷികളെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ. So each and every one sitting here is important to the heavenly Father. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ സ്വർഗ്ഗത്തിലെ പിതാവിന്റെ മുൻപിൽ വളരെ പ്രധാനപ്പെട്ടവരാണ്. Gospel of Mark chapter number 4 and verse number 38. മാർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. Now in this portion, Jesus and his disciples were traveling in a boat. ഈ ഭാഗത്ത് യേശുവും തന്റെ ശിഷ്യന്മാരും ഒരു പടകിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാം. And verse number 38, Jesus was in the stern sleeping on a cushion. The disciples woke him and said to him, "Teacher, don't you care if we drown?" 38-ാമത്തെ വാക്യം. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തെ ഉണർത്തിയിട്ട്, "ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ?" എന്ന് ചോദിച്ചു. So they were sailing from one bank of the sea to the next. Across the sea they were traveling. അവിടെ അവർ ഒരു വഞ്ചിയിൽ ഒരു തടാകത്തിന്റെ ആ കടലിന്റെ ഒരു തീരത്ത് നിന്ന് മറുകരയിലേക്ക് അവർ യാത്ര ചെയ്യുകയായിരുന്നു. And this sailing shows, we can compare this sailing to our life. ഈ യാത്രയെ നമ്മുടെ ജീവിതവുമായി നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാവുന്നതാണ്. This can be compared to the journey of life. ഇത് നമ്മുടെ ജീവിത യാത്രയുമായി നമുക്ക് ഒത്തുനോക്കാവുന്നതാണ്. And Jesus was there in the boat. യേശു കർത്താവ് ഈ വഞ്ചിയിൽ ഉണ്ടായിരുന്നു. But he was sleeping, the Bible says. എന്നാൽ ബൈബിൾ പറയുന്നു യേശു കർത്താവ് അവിടെ ഉറങ്ങുകയായിരുന്നു. And all the disciples, they panicked. അവിടെ ഉണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാരെല്ലാം വളരെ പേടിക്കുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. Because the wind and waves, they came and they started tossed in the sea. കാരണം അന്ന് അവർ ആ വഞ്ചിയിൽ ഇരുന്നപ്പോൾ ആഞ്ഞടിച്ച കാറ്റും തിരയും എല്ലാം അവരുടെ വഞ്ചിയെ അത് ആടി ഉലയ്ക്കുവാനിടയായി തീർന്നു. And in that, because they were scared, they asked Jesus, "Teacher or Master, don't you care if we drown?" അവർ മുങ്ങി ചാകാൻ പോകുന്ന സമയത്ത് അവർ പേടിച്ചിട്ട് യേശുവിനോട് ചോദിച്ചു, "ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങക്ക് യാതൊരു വിചാരവുമില്ലേ?" Because they thought that Jesus was never mindful of the danger.
എന്നാൽ അവർ ചിന്തിച്ചിരുന്ന ശിഷ്യന്മാർ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കാൻ പോകുന്ന അപകടത്തെ പറ്റി യേശുവിന് യാതൊരു ശ്രദ്ധയുമില്ല എന്നാണ്. Can you imagine? See, even though Jesus was there in the boat, they were about to drown, to be about drowning. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? യേശു ആ വഞ്ചിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അവരുടെ ആ വള്ളം അത് മുങ്ങാൻ പോവുകയാണ്. But Jesus was there. യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. He was not active, it seemed. അവിടെ നമുക്ക് യേശു എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. But still Jesus was there. എങ്കിലും യേശു കർത്താവ് The moment they started crying out to Jesus, Jesus became active. He calmed the sea and he calmed the wind. അവർ യേശുവിനെ വിളിച്ചു ഉണർത്തിയ ആ സമയം യേശു കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ നമുക്കറിയാൻ കഴിയും. You think that your whole life is in danger. നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു അപകട ഘട്ടത്തിൽ. You think that everything is going to collapse. നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ തകർന്നു പോകാൻ പോവുകയാണ്. But the Holy Spirit says Jesus is there in your boat, and if he is waked up, he will be active in your life. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് യേശു കർത്താവ് നിന്റെ വഞ്ചിയിലുണ്ട്. നീ അവനെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അവൻ എഴുന്നേറ്റ് നിന്റെ പ്രശ്നത്തെ ശാന്തമാക്കാൻ പോവുകയാണ്. The crying of the disciple to Jesus is equivalent to our prayer. അവിടെ ശിഷ്യന്മാരുടെ ആ കരച്ചിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് തുല്യമാണ്. So if you are praying in your life, Jesus will be active in your life. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. Now John chapter 10 verse number 11, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം up to verse number 13, അതിന്റെ 13-ാമത്തെ വാക്യം വരെ Jesus is saying, I am the good shepherd. The good shepherd lays down his life for the sheep. ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. Jesus is introducing himself as a good shepherd in our life. യേശു കർത്താവ് ഇവിടെ തന്നെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്, ഞാൻ ഒരു നല്ല ഇടയനാകുന്നു. Hallelujah. ഹല്ലേലൂയ. In verse number 12, the hired hand is not the shepherd, and he does not own the sheep. So when he sees the wolf coming, he abandons the sheep and runs away. Then the wolf attacks the flock and scatters it. കൂലിക്കാരൻ ആടുകളുടെ ഉടമസ്ഥനല്ലായകയാൽ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. അപ്പോൾ ചെന്നായി ആട്ടിൻപറ്റത്തെ ആക്രമിച്ച് ചിതറിക്കളയുന്നു. Sometimes the sheep will be looked after by hired hands. ചില സമയത്ത് ഈ ആടുകൾ വാടകയ്ക്കെടുത്ത കൂലിക്കാരായ ഇടയന്മാരുമായി കൂലിക്കാരായ ആളുകളെ വെച്ച് നോക്കാറുണ്ട്. But the hired hands will have no heart of a shepherd. ഈ കൂലിക്കെടുക്കുന്ന ആളുകൾക്ക് ആടുകളെ പറ്റി യാതൊരു പരമായ ആടുകളെ പറ്റിയുള്ള ഉത്തരവാദിത്വവുമില്ല. Because the hired hand is always thinking about his salary. ഈ കൂലിക്ക് എടുക്കുന്ന ആളുകൾ എപ്പോഴും അവരുടെ ശമ്പളത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He has no heart for the sheep, no love for the sheep, no commitment for the sheep. ഈ കൂലിക്കാരന് ഒരിക്കലും അവന്റെ ആടുകളെ പറ്റി യാതൊരു വിധ സ്നേഹമോ ഉത്തരവാദിത്തമോ ഒന്നും അവർക്കില്ല. But Jesus says, I'm not like that. യേശു കർത്താവ് പറയും, ഞാൻ അങ്ങനെയല്ല. Because I give my life for you. കാരണം ഞാൻ എൻ്റെ സ്വന്തം ജീവനെയാണ് ആടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് my life blood for you. എൻ്റെ ജീവന്റെ രക്തമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. Because I love you, I give my blood for you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. Hallelujah. Hallelujah. Chapter 15 and verse number 13. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. Greater love has no man than this, that a man lay down his life for his friends. തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവനെ നൽകുന്നതിനേക്കാളും വലിയ സ്നേഹം വേറെയില്ല. And Jesus proved it by giving his own life on the cross of Calvary. യേശു കർത്താവ് തെളിയിച്ചത് തന്റെ സ്വന്തം ജീവൻ കാൽവരി ക്രൂശിന്റെ മേൽ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ്. Hallelujah. ഹല്ലേലൂയ. Jesus proved himself to be the good shepherd. യേശു കർത്താവ് നല്ല ഇടയനാണെന്ന് താൻ സ്വയം നമുക്ക് തെളിയിച്ച് കാണിച്ചു തന്നു. So many philosophers, so many great people, thinkers came into this world. ഒത്തിരി ചിന്തിക്കുന്ന ആളുകൾ, ഭൗതിക ചിന്തകൾ, ഒത്തിരി ആളുകൾ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. They made great statements and people caught their statements today, but they died an ordinary death. ഒത്തിരി ആളുകൾ വന്ന് വലിയ വലിയ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ആളുകൾ അവരുടെ ചിന്തകൾ, അവരുടെ പ്രഖ്യാപനങ്ങൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അവർ മരിച്ചത് ഒരു സാധാരണ രീതിയിലായിരുന്നു. Jesus never said big things and died an ordinary life. Whatever Jesus spoke, he did it
he put it into practice in his life. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സാധാരണ ഒരു ജീവിതമല്ല യേശു കർത്താവ് ജീവിച്ചത്. യേശു കർത്താവ് എന്തൊക്കെ തൻ്റെ വായിലൂടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയിട്ടാണ് താൻ ഈ ലോകത്തിൽ നിന്ന് പോയത്. Jesus said, I am a good shepherd, and the good shepherd lays down his life for his sheep. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്നു. And he did the exact thing. യേശു കർത്താവ് അത് തന്നെ നമുക്ക് വേണ്ടി ചെയ്തു. He gave his life for us and proved that he is a good shepherd. തന്റെ ജീവൻ നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി നൽകിയിട്ട് അദ്ദേഹം തന്നെ സ്വയം തെളിയിച്ചു, ഞാൻ നല്ല ഇടയനാകുന്നു. Hallelujah. Hallelujah. Verse number 13 in chapter 10 of John says, the man runs away because he is a hired hand and cares nothing for the sheep. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് കരുതലും ഇല്ലാത്തവനുമല്ലോ. Yeah. So he runs away from the sheep. അവൻ ആടുകളുടെ ഇടയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. Jesus is not like that. യേശു കർത്താവ് അങ്ങനെയല്ല. Because Jesus, the good shepherd, cares for the sheep. കാരണം യേശു കർത്താവ് എന്ന നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി കരുതുന്നവനാണ്. Read the entire chapter of John 10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ Jesus describes the functions and duties and responsibilities of the good shepherd. യേശു കർത്താവ് ഒരു നല്ല ഇടയന്റെ ദൗത്യവും അവന്റെ ചുമതലകളെ പറ്റി എല്ലാം വളരെ വ്യക്തമായി അവിടെ വിവരിക്കുന്നുണ്ട്. He says the good shepherd calls each sheep by their name. അവിടെ പറയുന്ന നല്ല ഇടയൻ ആടുകളെ അവരുടെ പേര് വിളിച്ച് അവരെ തന്റെ അടുക്കലേക്ക് വിളിക്കുക. Not only that, he is guiding them to green pastures. അത് മാത്രമല്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ ആടുകളെ നയിക്കുന്നവനാണ്. When the enemy comes, the good shepherd chases away all their enemies. ശത്രുക്കൾ വരുമ്പോൾ ആ നല്ല ഇടയൻ ആ ശത്രുക്കളെ മുഴുവൻ ഓടിച്ചു കളയുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001. കഴിഞ്ഞ ഒക്ടോബർ മാസം ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ ഈ സിസ്റ്ററിൻ്റെ പേര് പ്രവീണ എന്നാണ്. താൻ ഇവിടെ വന്നത് തനിക്ക് 2.5 ലക്ഷത്തോളം രൂപയുടെ കടവുമായിട്ടാണ്. ആ കടത്തിൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ പ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്ത് വിഷമത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ കർത്താവ് അതിൽ നിന്നൊരു പരിഹാരം നൽകും. അതുകൂടാതെ നിങ്ങൾക്ക് സ്വന്തമായ വീടോ സ്ഥലമോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടെ യേശുവിന് അത്ഭുതത്താൽ അത് നൽകാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇവരത് ആ പ്രാർത്ഥനയിൽ അത് കേട്ട് വിശ്വസിച്ചു. അത് മാത്രമല്ല അവരുടെ പ്രയർ ഡയറിയിൽ അവർ എഴുതി വെച്ചു, കർത്താവെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു 5 സെൻറ്റ് ഭൂമിയെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അവരിവിടെ നിന്ന് പോയത്. ഇവർക്ക് ഒത്തിരി സാമ്പത്തികമായി 2.5 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ടാവും, ഒത്തിരി പ്രയാസത്തിലാകും, അങ്ങനെയാണ് ഇരുന്നത്. പക്ഷേ ഇവർ ചെയ്തത് നമ്മുടെ ഈ നിലമ്പൂരിൽ ഉള്ള ആ ബ്ലെസ്സിങ് സെൻ്ററിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരിയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും പ്രയാസവും ഒക്കെ വരുമ്പോൾ ഒത്തിരി ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട്. കടക്കാർ ഒത്തിരി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓടി വന്ന് നമ്മുടെ ഇവിടെ കുര്യാക്കോസ് ബ്രദർ ബ്ലെസ്സിങ് സെൻ്റർ ഇൻചാർജ് അദ്ദേഹത്തിൻ്റെ അടുക്കലൊക്കെ വന്ന് പ്രാർത്ഥിക്കും. പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ വിടുതലുകളും എല്ലാം താൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ താൻ KSF-ൽ തനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടിയിൽ പെട്ടെന്ന് നറുക്ക് വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ 3 ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടി. ആ സമയത്ത്
ഭർത്താവിനും ഇവർക്കൊരു ആഗ്രഹം, ഒരു സ്ഥലം, ഭർത്താവ് ഒരു സ്ഥലം കണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 2 ലക്ഷം രൂപ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് 3 ലക്ഷം രൂപ അവർക്ക് കിട്ടിയത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? സഹോദരി പറഞ്ഞു നമുക്കിത് കൊടുക്കാനേ പറ്റുള്ളൂ, നമുക്കിത് മേടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മനസ്സിലോടെ അവർ ആ സ്ഥലം പോയി കാണുകയും എല്ലാം ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞു, നിങ്ങൾ 2 ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്ഥലം അഡ്വാൻസ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. 6 മാസത്തിനുള്ളിൽ ബാക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ നിരന്തരമായി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥനയുടെ 6 മാസത്തിനുള്ളിൽ ഇങ്ങനെ ബാക്കി ഏതാണ്ട് കുറച്ചധികം ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇതെങ്ങനെ കൊടുക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് അതിൻ്റെ തക്ക സമയത്ത് തന്നെ മുഴുവൻ പൈസയും കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അത് മാത്രമല്ല, തൻ്റെ ബാക്കിയുള്ള കടങ്ങൾ മുഴുവൻ വീട്ടുവാനും കർത്താവ് സഹായിച്ചു. 12.5 സെന്റിന്റെ സ്ഥലവും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. 12.5 സെന്റ് സ്ഥലവും അവർക്ക്. 12.5 സെന്റ് സ്ഥലമുണ്ട്. ഇത് പറഞ്ഞത് കർത്താവിൻ്റെ അടുക്കൽ വന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം അത് പരിഹരിച്ചു തരുമെന്നാണ് പറയുന്നത്. അതാണ് പ്രവീണയുടെ സാക്ഷ്യം. എത്ര പേർക്ക് ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്? സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ യേശു മതിയായവനാണ്. യേശുവിൻ്റെ പോക്കറ്റിൽ വേണ്ടത്ര പണമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആവശ്യത്തിൽ കൂടുതൽ നൽകി. 5 സെൻറ്റാ ചോദിച്ചു, 12 സെൻറ്റ് കർത്താവ് 12.5 സെൻറ്റ് കർത്താവ് കൊടുത്തു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാമോ? കൈ അടിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് വിശ്വസിക്കുക, എനിക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഇനി നമുക്ക് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, പ്രവീണ എന്ന ഈ സഹോദരിക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ സാമ്പത്തിക മേഖലയിൽ കർത്താവ് ചെയ്തല്ലോ. കടബാധ്യതകൾ വീട്ടുവാൻ, സ്വന്തമായി സ്ഥലം വാങ്ങാൻ ഒക്കെ കർത്താവ് ഒന്നുമില്ലായ്മയുടെ നടുവിൽ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ അങ്ങ് മതിയായവനെന്നും ശക്തനെന്നും വിശ്വസിക്കുന്നു. ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരിൽ കടബാധ്യതകളുള്ളവർക്ക് വേണ്ടി ഇതിനേക്കാൾ വലിയ അത്ഭുതം അങ്ങ് ചെയ്യണമേ. 2, സ്വന്തമായി ഭവനങ്ങൾ ആവശ്യമുള്ളവർക്ക് എത്രയും വേഗം കർത്താവ് അത് കൊടുക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈനീട്ടി ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുറേ നാളുകളായി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന പലരും, സാമ്പത്തികമായി വലിയ സ്ട്രഗിളിലൂടെ പോകുന്നു. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജോലി പഴയതുപോലെ ഇല്ല, അല്ലെങ്കിൽ ബിസിനസ് നന്നായി നടന്നു വന്നിരുന്നു, ഇപ്പോൾ ബിസിനസ് പഴയതുപോലെ ഇല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകുന്നു. കർത്താവെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരു വിശാലത ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ ഞങ്ങൾ വായിക്കുന്ന ഞെരുക്കത്തിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ, അതുപോലൊരു വിശാലത അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ സമയത്ത് രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈകൾ വയ്ക്കുക, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവയ്ക്കുക. യേശുവിൻ നാമത്തിൽ ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ശക്തി ചില ശരീരങ്ങളിൽ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാവുന്ന രീതിയിൽ അദൃശ്യമായ ദൈവത്തിൻ്റെ ശക്തി, ബട്ട് യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ചിലപ്പോൾ ഇലക്ട്രിക് ഷോക്ക് പോലെയോ, ചൂട് പോലെയോ, തണുപ്പ് പോലെയോ, തരിപ്പ് പോലെയൊക്കെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തിയാൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ തകരാറ് മൂലം കിടപ്പിലായിരിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ
അത് നടക്കട്ടെ. പൈൽസ് രോഗം മാറിപ്പോകട്ടെ. ആമാശയത്തോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ പൂർണ്ണമായി മാറിപ്പോട്ടെ. ഒവേറിയൻ സിസ്റ്റുകൾ, അണ്ഡാശയത്തിലുള്ള സിസ്റ്റുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകട്ടെ. അതിനാൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുക്കണമേ. ദാമ്പത്യ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാലും കർത്താവ് നീ നിറച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസമോ ആവശ്യമോ എന്താണെങ്കിലും ഈ സ്ക്രീനിൽ കൈ നീട്ടിപ്പിടിച്ച് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഏതാവശ്യത്തിനും കർത്താവ് കൈ നീട്ടി എത്രയും വേഗം ഒരു വിടുതൽ കൽപ്പിക്കണമേ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെയും മറ്റന്നാളും ഞായറാഴ്ചയും ഹ്യൂസ്റ്റണിൽ നമ്മുടെ ഫെസ്റ്റിവൽ ഓഫ് ബ്ലെസ്സിങ് നടക്കുകയാണ്. ടെക്സസിലും ചുറ്റുമുള്ള സ്റ്റേറ്റുകളിലുമുള്ളവർ സാധിക്കുന്നവരൊക്കെ വരണം. കർത്താവ് അതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും. മാത്രമല്ല, വരാൻ കഴിയാത്ത എല്ലാവരും ദയവായി മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രയർ ഡയറി ഇംഗ്ലീഷിൽ ലഭ്യമാണ്, മലയാളത്തിൽ ലഭ്യമാണ്. അതുപോലെ വിന്നേഴ്സ് ഫാക്ടറി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുസ്തകം ലഭ്യമാണ്. ആശിഷമാരി എന്നുള്ള പുസ്തകം ലഭ്യം. ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. നാളെ നമുക്ക് ഈ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Brother Damien ministering in USA. Festival of Blessings, Houston. July 15th, Friday, 7 p.m. July 16th, Saturday, 7 p.m. July 17th, Sunday, 10:30 a.m. International Bible Church, 12955 Stafford Road, Stafford, Texas, 77477, USA. New York Blessing Festival, July 23rd, Saturday, 6 p.m. Tyson Center, 26 North Tyson Avenue, Floral Park, New York, 11001.